ഇവിടെ അർബൻ ബാങ്കിൽ തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ സുൽത്താൻ ബത്തേരി MLA ആയിട്ടുള്ള KPCCയുടെ നേതാവ് കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ അദ്ദേഹം കോടിക്കണക്കിന് രൂപയാണ് ഈ DCCയുടെ ട്രഷറർ വഴി വിവിധ ആളുകളിൽ നിന്നും സമാഹരിച്ചത്. അപ്പോൾ ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പാവപ്പെട്ട ചെറുപ്പക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി ജോലി കൊടുക്കാതിരിക്കുകയും അത് വാങ്ങാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള NM വിജയൻ അദ്ദേഹത്തിന് പണം കൊടുത്ത ആളുകളെ, പണം വാങ്ങിയ ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇത് സംബന്ധിച്ച് ഇദ്ദേഹം KPCCയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും കത്തെഴുതുകയും അടിയന്തരമായും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ KPCCയുടെ നേതൃത്വം ഈ കോഴപ്പണം പറ്റിയിട്ടുള്ള ഇവിടെയുള്ള MLA IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് KPCCയുടെ നേതൃത്വം ഈ വിഷയത്തിനകത്ത് സത്യസന്ധമായി അന്വേഷണം നടത്തി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കാൻ മടിച്ചത്? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഈ കോഴപ്പണത്തിൻ്റെ പങ്ക് KPCCയുടെ പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പിൻപറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ നടന്നത് ആത്മഹത്യയല്ല, ഇരട്ടക്കൊലയാണ്. ഈ ഇരട്ടക്കൊലയുടെ ഉത്തരവാദികൾ ഒന്നാം പ്രതി IC ബാലകൃഷ്ണനാണെങ്കിൽ 2ഉം 3ഉം പ്രതികളായി നിർത്തേണ്ടത് K. സുധാകരനെയും VD സതീശനെയുമാണ്. അപ്പോൾ ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഇവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് കടുത്ത എതിർപ്പാണ് കോൺഗ്രസിന്റെ KPCC നേതൃത്വത്തിനെതിരായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായി ഇതിന്റെ പൂർണ്ണമായ ഉള്ളടക്കത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങളും ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ തമസ്കരിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അല്ലാതെ ഒരു 2 ആളുകൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എന്നൊരു ചർച്ചയോ അന്വേഷണമോ അതിനകത്ത് കാര്യമായ നിലയിൽ നടക്കാത്തത്? സാധാരണ ഒരാളല്ലോ. ഈ വയനാട്ടിലെ DCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യനെ തൊട്ട് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന കത്ത് KPCCയുടെ നേതൃത്വത്തിന് കൊടുക്കുന്നു. ആ കത്ത് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടുന്നു. പക്ഷേ ഇത്രമാത്രം തെളിവുകൾ KPCCയുടെ നേതൃത്വം പ്രതിക്കൂട്ടിലാവുന്ന ഇത്രമാത്രം വലിയ തെളിവുകൾ ഉണ്ടായിട്ടും മൗനമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും DYFI ഈ കാര്യത്തിനകത്ത് ശക്തമായി ഇടപെടും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അഴിമതിയും ഈ കൊള്ള സംഘത്തെ തുറന്നുകാട്ടാൻ ആവശ്യമായിട്ടുള്ള നിലപാടും കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പയിന് DYFI നേതൃത്വം കൊടുക്കും. ഇന്നിപ്പോൾ വൈകുന്നേരം DYFIയുടെ പ്രതിഷേധ യോഗം ഇവിടെ സുൽത്താൻ ബത്തേരി ടൗണിൽ വെച്ച് ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഡ്രാക്കുള സംഘമാണ്, ഖദറിട്ട ഡ്രാക്കുള സംഘമായിട്ട് IC ബാലകൃഷ്ണന്റെയും VD സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മാറുന്നു. ഇപ്പോൾ ഒരു ആത്മഹത്യ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ മരിച്ചത് DCCയുടെ ട്രഷറാണെങ്കിൽ തിരുവനന്തപുരത്ത് മരിച്ചത് KPCCയുടെ ട്രഷറാണ്, പ്രതാപചന്ദ്രന്റെ കുടുംബം കൊടുത്ത പരാതി ഇപ്പോഴും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതാണ്. പ്രതാപചന്ദ്രന്റെ കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഒരു സാധാരണ മരണമല്ല, ഞങ്ങളുടെ അച്ഛൻ്റെത് സാധാരണ മരണമല്ല, വല്ലാത്ത മാനസികമായ പ്രയാസം അച്ഛൻ അനുഭവിക്കേണ്ടി വന്നു, അതും അഴിമതിയായിരുന്നു. കോൺഗ്രസ്സുകാർ പണം പിരിച്ച് KPCCയുടെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ പണം അടിച്ചു മാറ്റിയപ്പോൾ ഈ ട്രഷറർ കൂടി ഉത്തരം പറയേണ്ടി വരുന്നു എന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നു. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. അങ്ങനെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഘട്ടത്തിൽ KPCC ഓഫീസിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന സംഭവം പോലും പ്രതാപചന്ദ്രന് ഉണ്ടായി. അങ്ങനെ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന നിലയിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്.
അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, KPCCയുടെ DCCയുടെ നേതൃനിരയിൽപ്പെട്ട ആളുകൾക്ക് പോലും കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ കൊള്ള സംഘത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്നു എന്നതാണ് വല്ലാത്ത നിലയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനകത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. DYFI ഈ കാര്യത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾക്ക് DYFI നേതൃത്വം കൊടുക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.